Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Honor 9X Proയുടെ ക്യാമറ വിശേഷങ്ങളാണ്. 10000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് Honor 9X Pro. Honor 9X Proയുടെ ക്യാമറ ക്വാളിറ്റിയാണ് നമ്മൾ കുറച്ചധികം സാമ്പിൾ ഇമേജസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ പെർഫോമൻസ്, ക്യാമറ ക്വാളിറ്റി ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് Honor 9X Proയിൽ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ പോപ്പപ്പ് ക്യാമറയാണ് വരുന്നത്. നമുക്ക് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ചേർന്നാണ് ട്രിപ്പിൾ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻബിൽഡ് ക്യാമറ ആപ്ലിക്കേഷൻ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പർച്ചർ മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, റോ മോഡ്, സ്ലോ മോഷൻ, പനോരമ, HDR, ടൈം ലാപ്സ്, മൂവിങ് പിക്ചർ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻബിൽഡ് ആപ്ലിക്കേഷനിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് 180p 720p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 180p വീഡിയോ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിലും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും പലതരം മോഡ്സ് അവൈലബിൾ ആണ്. പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്. നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 720p വീഡിയോ 180p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമുക്ക് Honor 9X Proയുടെ ഒരു ക്യാമറ ക്വാളിറ്റിയും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സാമ്പിൾ ഇമേജസും ഫോട്ടോഗ്രാഫ്സൊക്കെ കണ്ടു നോക്കാം. ഓക്കെ, Honor 9X Proയിൽ റിയർ ക്യാമറയിലെടുത്ത ഇമേജസാണ് നമ്മൾ ആദ്യം കാണുന്നത്. നമുക്ക് ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള ഇമേജസാണ് ഡേലൈറ്റ് കണ്ടീഷനിൽ Honor 9X Proയിൽ ലഭിക്കുന്നത്. നമ്മൾ ഇമേജ് സൂം ചെയ്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ഇമേജാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ല കളർ സാച്ചുറേഷനോട് കൂടി കാര്യമായ നോയ്സ് ഇല്ലാത്ത ഇമേജസാണ് നമുക്ക് റിയർ ക്യാമറയിൽ Honor 9X Proയിൽ ലഭിക്കുന്നത്. ഓവർ കളറേഷനൊന്നും ഇല്ലാതെ ട്രൂ കളർ ഡെപ്തിൽ തന്നെയാണ് നമുക്ക് ഇമേജസൊക്കെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നത്. ഇനി നമ്മൾ HDR മോഡിലേക്ക് വരാണെങ്കിലും അവിടെയും നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് Honor 9X Proയിൽ ലഭിക്കുന്നത്. ഓവറായിട്ടുള്ളൊരു കളറേഷനൊന്നുമില്ല, ഒരു എക്സ്ട്രാ എൻഹാൻസ്മെൻ്റ് ഒന്നുമില്ല. എന്നാലും ഒരു നോർമൽ രീതിയിലുള്ള ഒരു എൻഹാൻസ്മെൻറ്റ് നമുക്ക് HDR മോഡിൽ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ HDR മോഡിൽ അത്ര തൃപ്തികരമായ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. പോർട്രേറ്റ് മോഡിലാണെങ്കിലും നമുക്ക് നല്ല ഇമേജസ് തന്നെയാണ് Honor 9X Proയിൽ ലഭിക്കുന്നത്. നമുക്ക് 2-3 ഇമേജ് സാമ്പിൾസ് പോർട്രേറ്റ് മോഡിലെടുത്ത് നോക്കാം. തീർച്ചയായും നല്ല ക്വാളിറ്റിയുള്ള പോർട്രേറ്റ് ഇമേജസ് ആണ്. Honor 9X Proയിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇമേജ് തന്നെയാണ് ലഭിക്കുന്നത്. ചില ഫോണുകളിലൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസൊക്കെ ലഭിക്കാറുണ്ട്. നാച്ചുറൽ കളറിൽ നിന്നും മാറി ഒന്നല്ലെങ്കിൽ കൂടുതൽ കളർ അല്ലെങ്കിൽ കുറവ് കളർ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇത് നമുക്കൊരു നാച്ചുറൽ കളറിൽ തന്നെയാണ് നമുക്ക് ഇമേജസ് കിട്ടുന്നത്. നമുക്ക് വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിലും നല്ലൊരു ഡിവൈസ് തന്നെയാണ് Honor 9X Pro. നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്വാളിറ്റി നഷ്ടപ്പെടാതെ നല്ലൊരു ഏരിയ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് Honor 9X Proയിൽ റിയർ ക്യാമറയിൽ എടുത്തൊരു വീഡിയോ സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു മീഡിയം റിസൾട്ടാണ് നമുക്കിവിടെ Honor 9X Proയിൽ ലഭിക്കുന്നത്. ഒരുപാട് ഹൈ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല, എന്നാലും ഒരുപാട് ലോ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരുവിധം മീഡിയം റിസൾട്ടാണ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ റിയർ ക്യാമറയിൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് Honor 9X Proയിൽ എടുത്തൊരു സ്ലോ മോഷൻ വീഡിയോ ആണ്. ഇവിടെയും നമുക്കൊരു മീഡിയം റിസൾട്ടാണ് ലഭിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് Redmi Note 8 Pro, Note 9 Pro, Realme 6 Pro എന്നീ ഡിവൈസുകളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി Honor 9X Pro അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും ഒരുവിധം റിസൾട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി ഇമേജ് ആണ്. ഇവിടെയും നമുക്കൊരു നല്ലൊരു റിസൾട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്.
ഓവറായിട്ട് ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഇമേജും നല്ല പക്ക നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇമേജാണ് നമുക്ക് ഹോണർ 9X Proയിൽ ഫ്രണ്ട് ക്യാമറയിൽ പ്രോസസ്സ് ചെയ്ത് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. ഇവിടെയും നമുക്കൊരുവിധം നല്ല റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ ഈ ഒരു പെർഫോമൻസ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് ഹോണർ 9X Proയിൽ ലഭിക്കുന്നത്. നമുക്ക് Realme 6 Proയിലും സാംസങ് M31 ഇത്തരം റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനോട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഹോണർ 9X Proയിലും ലഭിക്കുന്നത്. അപ്പോൾ ഹോണർ 9X Proയിൽ നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷനിൽ ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഹോണർ 9X Proയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ലോ ലൈറ്റ് കണ്ടീഷനിൽ എത്രത്തോളം പെർഫോമൻസ് ഹോണർ 9X Proയിൽ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റ് ഡിവൈസുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം റിസൾട്ട് ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് ഹോണർ 9X Proയിൽ ലഭിക്കുന്നുണ്ട് എന്ന് നോക്കാം. ലോ ലൈറ്റ് കണ്ടീഷനിൽ ഹോണർ 9X Proയിൽ എടുത്ത ഒരു ഇമേജ് സാമ്പിളാണ്. നമ്മൾ ആദ്യം കാണുന്നത് നോർമൽ മോഡിലെടുത്തതാണ്. ഇവിടെ നമുക്കൊരു ആവറേജ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് മോഡിലെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഇമേജ് ലഭിക്കുന്നുണ്ട്. തീരെ മോശമായ ഇമേജസ് അല്ല നമുക്ക് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ കിട്ടുന്നത്. ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് റിസൾട്ടാണ്. നമ്മൾ റിയർ ക്യാമറ യൂസ് ചെയ്ത് ലോ ലൈറ്റ് കണ്ടീഷനിൽ എടുത്തൊരു വീഡിയോ സാമ്പിളാണ്. ഇവിടെ നമുക്കൊരു ആവറേജ് റിസൾട്ടാണ് ലഭിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് Realme 6 Pro, സാംസങ് M31 എന്നീ ഡിവൈസുകളിലൊക്കെ അതുപോലെ തന്നെ Poco X2 നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ വീഡിയോയുടെ കേസ് വരുമ്പോൾ ഒരല്പം ബാക്കാണ് ഹോണർ 9X Pro. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു സെൽഫി ഇമേജാണ് ലോ ലൈറ്റ് കണ്ടീഷനിൽ എടുത്തതാണ്. ഇപ്പോൾ നമുക്കൊരു ആവറേജ് റിസൾട്ടാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു സെൽഫി വീഡിയോ ആണ്. ഇവിടെ നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് റിസൾട്ട് എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ ലോ ലൈറ്റ് കണ്ടീഷനിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ അത്ര കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടുന്ന ഒരുവിധം റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഹോണർ 9X Proയിൽ. അപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അത്ര ടോപ്പ് പെർഫോമൻസ് അല്ല നമുക്ക് ഹോണർ 9X Proയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റേഞ്ചിലുള്ള മറ്റ് ഡിവൈസുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു ബെസ്റ്റ് പെർഫോമർ, ഈ ഒരു സെഗ്മെൻറ്റ് ബെസ്റ്റ് പെർഫോമർ എന്നൊന്നും നമുക്ക് ഹോണർ 9X Proനെ പറയാനായിട്ട് സാധിക്കില്ല. ഒരുവിധം ആവറേജ് റിസൾട്ടുള്ള ഒരു ലോ ലൈറ്റ് കണ്ടീഷനിൽ ആവറേജ് റിസൾട്ടുള്ള ഒരു ഡിവൈസ്. ഡേ ലൈറ്റ് കണ്ടീഷനിൽ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു 15,000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് അത്ര ബെസ്റ്റ് പെർഫോമിംഗ് ക്യാമറ ഡിവൈസ് എന്ന് നമുക്ക് ഹോണർ 9X Proനെ പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു മേഖലയിൽ നമുക്ക് Realme 6 Pro ഉണ്ട്, സാംസങ് M31 ഉണ്ട്, അതുപോലെ Poco X2, Redmi Note 8 Pro, Redmi Note 9 Pro എന്നീ ഡിവൈസുകളൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ല ക്യാമറ പെർഫോമൻസാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും എക്സ്ട്രാ ഫീച്ചേഴ്സും നമുക്ക് അത്തരം ഡിവൈസുകളിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാംസങ് M31 ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 4K വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്ലോ മോഷൻ വീഡിയോ നമുക്ക് അത്തരം ഡിവൈസുകളിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Realme 6 Proയിലാണെങ്കിലും Poco X2 നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് പെർഫോമിംഗ് ക്യാമറ ഡിവൈസ് എന്ന് നമുക്ക് ഹോണർ 9X Proനെ പറയാനായിട്ട് സാധിക്കില്ല. ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ഡിവൈസ് എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.